ഹലോ ഗൈസ്, ഇന്നത്തെ ബയോളജി എക്സാം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള എന്തായാലും കമന്റിൽ അറിയിക്കുക. അപ്പൊ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, നല്ല എക്സാം ആയിരുന്നു. അല്ലെ, കുറച്ചും കൂടിയൊക്കെ ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് കണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെ എന്തായാലും പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. അപ്പൊ ഞാൻ ബോട്ടണിയുടെ നമുക്ക് ആദ്യം വായിക്കാം. ഇതിൽ ഫസ്റ്റിന്റെ ആൻസർ നൈട്രജൻ ആൻഡ് വാട്ടർ സോലുബിൾ ഷുഗേഴ്സ് ആണ്. പിന്നെ സെക്കൻഡ് വൺ മൈക്രോ ഇഞ്ചക്ഷൻ അല്ലേ, അതാണ്. പിന്നെ തേർഡ് വൺ അമൻസാലിസം 4 റീകോമ്പിനന്റ് പ്രോട്ടീൻ ആണ്. പിന്നെ അടുത്തത് എന്താണ് 5 ഞാൻ എഴുതിയിട്ടില്ല ഗൈസ്. ഇത് ഇങ്ങനെ ഇതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇങ്ങനെ ആൽബുമിന് സീഡ് നോൺ ആൽബുമിന് സീഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും 3 മതിയല്ലോ. പിന്നെ 6 ടപ്പീറ്റത്തിന്റെ ഇതാണ്, കാരണം നറിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ടപ്പീറ്റൽസിന്റെ പെക്യുലാരിറ്റി, പിന്നെ അതുപോലെ തന്നെ അതിന്റെ കമ്പീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡില്ല, സ്റ്റെപ്സ്, അത് അധികം ചോദിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം ഗൈസ് നിങ്ങൾ പറയണം, അതായത് അതെന്താന്ന് വെച്ചാല് നിങ്ങൾ PYക്ക് നോക്കിയിരുന്നോ, PYക്ക് വന്നിരുന്നുള്ള കമന്റ് അറിയിക്കാണ്ട്. കാരണം ഞാൻ PYക്ക് നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ അടുത്ത 8ാമത്തത് GPP എന്താണ് ഡിഫൈൻ ചെയ്യാനും അതിന്റെ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നതും, അത് എളുപ്പമാണല്ലോ. പിന്നെ 9ാമത്തെ അപ്പോമിക്സിനാണ്. ഇതെനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ ജസ്റ്റ് എഴുതി വെച്ചതാണ്. പിന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റീനെ മെഷർ ചെയ്യുന്ന കൗണ്ടിങ് ദ നമ്പർ, പിന്നെ അതുപോലെ തന്നെ മെഷറിംഗ് ദ പേഴ്സൺ കവർ ഓർ ബയോമാസ്, അങ്ങനെയുള്ള സംഭവമല്ലേ, അതാണ് എങ്ങനെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് ഹാബിറ്ററ്റ് മെഷർ ചെയ്യാന്നുള്ളതിന്റെ മെത്തേഡ്. പിന്നെ അതുപോലെ തന്നെ ADA ഡെഫിഷ്യൻസി, ജീൻ തെറാപ്പി, ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ റോസിയാണ്. അടുത്തത് എലൈസ എയ്ഡ്സ് ആണ്. പിന്നെ ആൽഫ-1 ആന്റിട്രിപ്സിൻ എംഫസീമ, ഇത് സിമ്പിൾ മാച്ച് ഫോളോയിങ് ആയിരുന്നു. പിന്നെ അടുത്തത് പ്ലാന്റ് ആനിമൽ റിലേഷൻഷിപ്പിന്റെ ഇതേപോലത്തെ ഒരു സെന്റൻസ് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് എന്തോ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് അങ്ങനെ തന്നെയാണ് അതിന്റെ അകത്ത് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. കാരണം ജസ്റ്റ് ഇന്നലെ ടെക്സ്റ്റ് വായിച്ചു നോക്കിയപ്പോൾ എനിക്കിത് വായിച്ച് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ നമ്മുടെ പോളൻ ഗ്രെയിൻസ് കൊടുക്കുന്നതും പോളിനേഷൻ നടത്തുന്നതും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കൊടുക്കുന്ന ജ്യൂസി ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള ആ സംഭവമില്ല, അതാണ് പ്ലാന്റ് ആനിമൽ റിലേഷൻഷിപ്പിൽ വരുന്ന മ്യൂച്വൽസിന്റെ എക്സാമ്പിൾ. പിന്നെ 13A സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ, B സോമാ ക്ലോൺസ്, അങ്ങനെയാണ് എഴുതിയത്. പിന്നെ അടുത്തതാണ് 14 ഇവാലുവേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതെന്താണെന്ന് വെച്ചാൽ കോ എക്സിസ്റ്റൻസ്. ഞാൻ മറ്റേ ആ വാബ്ലറിന്റെ ഒരു ഇതൊക്കെ ഇല്ലേ, എക്സാമ്പിളൊക്കെ ഇല്ലേ, മെക്കാർത്തർ ഷോ ചെയ്ത ആ സംഭവമൊക്കെയാണ് എഴുതിയത്, അതന്നെയല്ലേ, അതാണ് കോ എക്സിസ്റ്റൻസ്. കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നവർക്ക് കോ എക്സിസ്റ്റൻസ് ചെയ്യാണ്ട് എക്സ്ക്ലൂഷന് പകരം. അപ്പൊ അതാണ് ഞാൻ എഴുതിയത്. 15ാമത്തതിൽ ഏതാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ നമുക്ക് പ്രൊഡ്യൂസേഴ്സ് നടക്കുന്നതും, ഡെറ്റേഴ്സ് ഫുഡ് ചെയിൻ ആണെങ്കിൽ ഡീകമ്പോസേഴ്സും, പിന്നെ മറ്റേ അക്വാട്ടിക് സിസ്റ്റത്തില് GFC ആണ്. ഓക്കെ. പിന്നെ 16 അത് കുറച്ച് അധികം വരുന്നത് മറ്റേ ആഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യസിന്റെയും അതുപോലെ തന്നെ എന്തായിരുന്നു റെട്രോ വൈറസിന്റെയും. 17 വാട്ടർ പോളിഡിന്റെ അഡാപ്റ്റേഷൻസ്. ഞാൻ വാലിസ്നറി ആണ് എഴുതിയത്. B എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, പക്ഷെ ഞാനത് എക്സ്ട്രാ പോലെ എഴുതി വെച്ചതാണ്. പിന്നെ 18ാമത്തെ മോളിക്കുലർ ഡയഗ്നോസിസിൽ നമ്മുടെ PCR ഉണ്ട്, RDNA ടെക്നോളജി ഉണ്ട്, എലൈസ ഉണ്ട്. പിന്നെ സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറും സ്പാർജ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറും അവരുടെ ഫംഗ്ഷനിങ് ഒരിടത്തിൽ ഇമ്പല്ലർ യൂസ് ചെയ്യുന്ന. പിന്നെ ഈ ബയോറിയാക്ടറിന്റെ ഫംഗ്ഷനിങ് മെക്കാനിസം ഒരിടത്തിൽ ഇമ്പല്ലർ യൂസ് ചെയ്യുന്ന, മറ്റേതിൽ സ്പാർ ചെയ്യുന്ന ആ സംഭവമില്ല, അതാണ്. പിന്നെ 20ാമത്തെ പിരമിഡ് ഓഫ് നമ്പേഴ്സ് ഡ്രോ ചെയ്യാനാണ് ഇത് വെച്ചിട്ട്. ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. പിന്നെ മറൈൻ ഇക്കോസിസിലെ ബയോമാസ് പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവെർട്ട് ആണെന്ന് ചോദിച്ചു. പിന്നെ ലിമിറ്റേഷന് അതും സിമ്പിൾ ആയിരുന്നു. പിന്നെ അടുത്ത് ഞാൻ സുവോളജി വായിക്കാം. സുവോളജി എനിക്ക് തോന്നിയ കാര്യം ഒന്നുകൂടെ സിമ്പിൾ ആയിരുന്നല്ലോ. സാധാരണ സുവോളജിക്കാണ് ടഫായി ചോദിക്കാറ്, പക്ഷെ എല്ലാം കുറെയൊക്കെ വൺ വേർഡ് പോലെ ചെയ്യുന്ന തരത്തിലൊക്കെ ഉണ്ടായിരുന്നു, ഈസി ആയിരുന്നു എനിക്ക്. ഓറൽ കോൺട്രസെപ്റ്റീവ്, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്ന നമ്പർ പറയാം. 1 സഹേലിയാണ്, 2 സെക്കൻഡ് അലർജി, 3 ഓവറിയും പിന്നെ പ്രൊജസ്ട്രോണും. അടുത്തത് 4ാമത്തത് 30 തന്നെയല്ലേ, ഞാൻ 30 തന്നെയാണ് എഴുതിയത്. പിന്നെ 5ാമത്തത് ഹീമോഫീലിയ. പിന്നെന്താണ് 6ാമത്തത് ഡു യു അഗ്രി വിത്ത് സ്റ്റേറ്റ്മെന്റ് നോ. പിന്നെ എലൈസ. പിന്നെ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ്. 7ാമത്തേൽ A ലാക്ടിക് ആസിഡ് ബാക്ടീരിയ, B ബയോ കൺട്രോൾ, C സിട്രിക് ആസിഡ്, D ക്ലോസ്ട്രിഡിയം ബ്യൂട്ടൈലിക്കം. 8ാമത്തേൽ ലാക്ടോസ് ആണ് ഇൻഡ്യൂസർ, പിന്നെ പ്രൊമോട്ടറും ഓപ്പറേറ്റർ റീജിയനും. പിന്നെന്താണ് ഇത് ട്രയോപിത്തക്കസ്, രാമപിത്തക്കസ്, പിന്നെന്താണ് ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. അത് 4 ചോദിച്ചിട്ടുള്ളത് ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത 10ാമത്തത് UGA, UAA, UAG സ്റ്റോപ്പ് കോഡോൺ, CUG ഇനീഷ്യേറ്റർ കോഡോൺ. പിന്നെ സ്വിഫ്റ്റ് സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിൻ ട്രാൻസ്ഫർ, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ. അടുത്തത് കണ്ടില്ലേ, കുറെയൊക്കെ നമുക്ക് ഈസി അല്ലേ. പിന്നെ ഫിസിക്കൽ ബാരിയർ സ്കിന്ന്, ഫിസിയോളജിക്കൽ ബാരിയർ സലൈവ ഇൻ മൗത്ത്, സെല്ലുലാർ ബാരിയർ ന്യൂട്രോഫില്, സൈറ്റോകൈൻ ബാരിയർ ഇന്റർഫെറോൺ ആണ്. അടുത്തത് സിമ്പിൾസ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ. മേറ്റിംഗ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസും മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് ആണ്. C തന്നിരിക്കുന്ന അഫക്റ്റഡ് ഫീമെയിൽ ആണ്, D മെയിൽ ആണ്, അൺഅഫക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഇനി 14ാമത്തത് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചത് അടയാളപ്പെടുത്താന്നാണ്, പക്ഷെ അല്ലായിരുന്നു. കുറച്ച് പാർട്സിന്റെ ഫംഗ്ഷൻ പോലെ തന്നിട്ട് പാർട്ട് ഏതാ ചോദിച്ചാണ്. അപ്പൊ A ഫിംബ്രിയെ, B ഏതാണ് ഇസ്തമസ് ആണ്, C ഫണൽ ഷേപ്ഡ്
ഇൻഫണ്ടിബുലം, ഡി സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആംബുലറി റീജിയൻ ആണ്. പിന്നെ ഈ 15ാമത്തേൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്, അതിന്റെ റേഷ്യോ 1:2:1 ആണ്. ഇനി 16ാമത്തെ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ ആണ്. അതിന്റെ 3 ഫാക്ടേഴ്സ് കുറെ ജനറ്റിക് റീകോമ്പിനേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, ജീൻ മൈഗ്രേഷൻ, അതൊക്കെ. 17ാമത്തെ ACUT ആണ്. പിന്നെ അതിൽ B വാസക്ടോമി ആണ്. പിന്നെ എന്താണ് B അമ്നിയോസിലിസിസ് ബാൻ ചെയ്തതിൻ്റെ അത് പിന്നെ നമുക്ക് എന്തായാലും നോട്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുണ്ട്. അത് അതിന്റെ റീസൺ എഴുതാനാണ്. ഫീമെയിൽ ഫീറ്റിസൈഡൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നെസസറി ആണ്, അതാണ് ബാൻ ചെയ്തത്. പിന്നെ 18ാമത്തെ ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ് ആണ്. എയിം വെച്ചാൽ DNA ആണോ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്യാൻ. പിന്നെ ഇതിനകത്ത് എന്താണ് ഇൻഫെക്ഷൻ ബ്ലെൻഡിങ് സെൻട്രിഫിക്കേഷൻ സ്റ്റെപ്സ്. പിന്നെ 19ാമത്തത് എവിൽ കോർട്ടറ്റ് എന്നറിയപ്പെടുന്ന മറ്റേ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻസ്, കോ എക്സിൻഷൻ, അതാണ്. പിന്നെ 2 അപ്രോച്ചസ് വരുന്നത് ഇൻസിറ്റീവ് കൺസർവേഷനും എക്സിറ്റീവ് കൺസർവേഷനും ആണ്. നെക്സ്റ്റ് 20ാമത്തത് മെയിൽ ഹെറ്ററോഗാമിറ്റി എന്താ ചോദിച്ചിട്ടുണ്ട്. അത് 2 ടൈപ്പ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ്. പിന്നെ എങ്ങനെയാണ് എന്താണ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ മാൻ എങ്ങനെയാ ചോദിച്ചിട്ടുണ്ട്. അത് പിന്നെ ആ ചാർട്ട് വരച്ചാൽ മതി. ഞാനെന്തല്ലോ ഇത് ലാസ്റ്റ് ഒരു എക്സ്ട്രാ അഡീഷണൽ എടുക്കേണ്ടത് വെച്ച് ഞാൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചിട്ടുള്ള മാർക്ക് തരുമായിരിക്കും അല്ലേ. അപ്പം അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ എന്താണ് ഇതിൽ എഗ് ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അത് ZW മെക്കാനിസമായി ബന്ധപ്പെട്ട് ചോദിച്ചതാണ്. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ബൈ.